അപ്പോൾ വെണ്ടയ്ക്ക വെച്ച് നല്ലൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുത്താലോ. ഒരു 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നൈസാക്കി കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ. അപ്പോൾ മുഴുവൻ വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി വെച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറി കിട്ടാനാണ്. ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 കറിവേപ്പില, 3 വറ്റമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. 2 സവാള നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിഞ്ഞ് വെച്ച് വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വേവിച്ച് മുരിച്ചെടുക്കുക ഇതേപോലെ. ഇനി വെണ്ടയ്ക്ക ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് പാർന്നോളി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഇതേപോലെ നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി വെണ്ടക്കം കൂടി കൂട്ടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കാം. അപ്പോൾ അടിപൊളി വെണ്ടക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും.